യെച്ചൂരിയുടെ വിയോഗം അത് സൃഷ്ടിക്കുന്നൊരു വലിയ വിടവ്, ശൂന്യതയുണ്ട്, നഷ്ടമുണ്ട്. ആ ആ ഗൗരവമായ രാഷ്ട്രീയ വശം അനുസ്മരിച്ചുകൊണ്ട് തന്നെ പാർലമെൻറ്റിനകത്ത് ശ്രദ്ധിച്ച, കണ്ട, താങ്കളെ സ്വാധീനിച്ച, ആകർഷിച്ച സീതാറാം യെച്ചൂരി എന്നതിനെക്കുറിച്ചുകൂടി. സീതാറാം രാജ്യസഭയിൽ നേതാവായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ അവിടെ പ്രവർത്തിക്കാൻ എനിക്ക് സന്ദർഭം ലഭിച്ചിരുന്നു. അപ്പോൾ ആദ്യം അവിടെ മെമ്പറായും പിന്നീട് വിപ്പായും ഏറ്റവും ഒടുവിലത്തെ 2-3 വർഷം അദ്ദേഹത്തോടൊപ്പം ഡെപ്യൂട്ടി ലീഡറായും പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു. അതൊരു നല്ല അനുഭവമായിരുന്നു. സീതാറാമിൻ്റെ ഒരു പ്രത്യേകത, ഒരു വല്ലാത്ത ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു സീതാറാമിന്. എല്ലാവരിലും സ്വീകാര്യത ഉണ്ടായിരുന്നു. ചിലപ്പോൾ ശക്തമായി ഫൈറ്റർമാരായ നിരവധി അംഗങ്ങളുണ്ടായിരിക്കും. പക്ഷേ സീതാറാം ഏത് ഘട്ടത്തിൽ എഴുന്നേറ്റാലും സീതാറാമിൻ്റെ മൈക്ക് ലഭിക്കുമായിരുന്നു. അതോടൊപ്പം ആരോട് പറഞ്ഞാലും സീതാറാം എഴുന്നേറ്റ് നിന്നാൽ അവരെല്ലാം തന്നെ ഈൽഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു സ്വീകാര്യത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സീതാറാമിനുണ്ടായിരുന്നു. 2, ഉന്നയിക്കുന്ന പ്രശ്നം എങ്ങനെ അവിടെ ഇരിക്കുന്നവരിലേക്ക് എത്തിക്കാൻ കഴിയും. അപ്പോൾ നമ്മളൊരു പ്രശ്നം എത്ര ശക്തമായി അവതരിപ്പിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ആ പ്രശ്നം എങ്ങനെ പാർലമെൻറ്റിൻ്റെ ശരിയായ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ആ രൂപത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ അവതരണം. അത് എല്ലാവരെയും തന്നോടൊപ്പം കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലുള്ളൊരു സവിശേഷമായ ഒരു സിദ്ധി അല്ലെങ്കിൽ ഒരു കഴിവ് സഖാവ് സീതാറാമിനുണ്ടായിരുന്നു. വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, പല ഘട്ടങ്ങളിലും ഏതെങ്കിലും സങ്കീർണമായ പ്രശ്നങ്ങൾ പ്രതിപക്ഷം ഒന്നിച്ച് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെ പരസ്പരം ഏറ്റുമുട്ടി നിൽക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, അവരോടെല്ലാം സംസാരിക്കാൻ കഴിയാവുന്ന അത്യപൂർവം ആളുകളിൽ ഒരാൾ സീതാറാമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആദ്യം ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ വർഷങ്ങളിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും വരുമ്പോൾ ഗുലാം നബിയാണ് അന്നത്തെ LOP ലീഡർ ഓഫ് ഒപ്പോസിഷൻ. അദ്ദേഹം ഞങ്ങളുടെ അടുത്തേക്ക് വരും, സീതാറാം എവിടെയാണ്, അദ്ദേഹത്തൊന്ന് കിട്ടണമല്ലോ, കാരണം എല്ലാവരുമായിട്ട് സംസാരിക്കണമെങ്കിൽ സീതാറാമിന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു നല്ല ബന്ധം മാത്രമല്ല, സ്വീകാര്യത, പരസ്പരം ആദരവ് എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. 2014 ഞാനിപ്പോൾ ഓർക്കുന്നു, രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം, അതിനോടുള്ള നന്ദി പ്രമേയം. അപ്പോൾ അതിൽ അദ്ദേഹവും ഞാനും ചേർന്ന ഒരു ഭേദഗതി കൊടുക്കുകയുണ്ടായി. ബ്ലാക്ക് മണി തുടങ്ങിയ കറപ്ഷൻ, ഇത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ല, അതുകൂടി ഉൾപ്പെടുത്തണം എന്നുള്ള അമെൻമെൻറ്റ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും പാർലമെൻറ്റിൽ ഒരു നയപ്രഖ്യാപനത്തിൻ്റെ നന്ദി പ്രമേയത്തിന് നൽകിയിട്ടുള്ള ഭേദഗതി വോട്ടിനിട്ട് പാസ്സാക്കിയത്. അതിൽ അദ്ദേഹം നടത്തിയ പ്രസംഗവും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇൻഷുറൻസിൻ്റെ വിദേശമൂലധനം അനുവദിക്കുന്നതിൽ വീണ്ടും കമ്മിറ്റിക്ക് വിട്ടണമെന്ന് ഞാൻ അവതരിപ്പിച്ച ഒരു ബില്ല് വളരെ ദീർഘസമയം എടുത്ത് ഡിബേറ്റ് ചെയ്ത ഒരു മോഷൻ. അദ്ദേഹം ആ സമയം മുഴുവൻ അവിടെ ഇരുന്ന് ആ ഓരോ ഘട്ടങ്ങളിലും ഇടപെട്ട് ഞങ്ങൾ അന്ന് ചരിത്ര നേട്ടം തന്നെ, ഒരു പുതിയ ചരിത്രം തന്നെ പാർലമെൻറ്റ് സൃഷ്ടിക്കുകയുണ്ടായി. അപ്പോൾ പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ അദ്ദേഹം ശരിയായ ബൂർഷ്വാ ജനാധിപത്യത്തിനെ ശരിയായ രൂപത്തിൽ എതിർക്കുമ്പോൾ തന്നെ അതിൻ്റെ സാധ്യതകളെ എങ്ങനെ വിനിയോഗിക്കാൻ കഴിയും, എത്ര ശക്തമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ ഉയർത്താൻ കഴിയും, അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ കഴിവായിരുന്നു. പാർലമെൻറ്റുകൾക്കകത്തോ നിയമസഭയിലോ പ്രസംഗിക്കുക എളുപ്പമാണ്. ആവശ്യമായ തയ്യാറെടുപ്പുകളോടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രസംഗിക്കാൻ കഴിവുള്ള ഏതൊരാൾക്കും പ്രസംഗിക്കാൻ കഴിയും. എന്നാൽ പാർലമെൻറ്റേറിയൻ ആകുമ്പോൾ ആ പ്രശ്നങ്ങൾ കൃത്യസമയത്ത് ശരിയായ രൂപത്തിൽ ശരിയായ ചട്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്രമാത്രം ശ്രദ്ധേയമായി നമുക്ക് ഇടപെടാൻ കഴിയുന്നു, അതിലാണ് അതിൻ്റെ മാറ്റൊരുക്കുമ്പോൾ ടെസ്റ്റുമുള്ളത്. അതിൽ സീതാറാം നമുക്കെല്ലാവർക്കും ഒരു പാഠമായിരുന്നു. മതനിരപേക്ഷ ഇന്ത്യയുടെ കാവലാളായി തന്നെ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. ബജറ്റ് പ്രസംഗങ്ങളും പ്രധാനപ്പെട്ടതായിരുന്നു. ബജറ്റിൽ എങ്ങനെയാണ് ഓരോ ബജറ്റും ജനങ്ങളെ കൊള്ളയടിക്കുന്നത്, അവർ സങ്കീർണമായിട്ടുള്ള സാമ്പത്തിക ധനപരമായ പ്രശ്നങ്ങൾ എല്ലാം വളരെ ലളിതമായി തന്നെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. ഭരണഘടന ഉദ്ധരിച്ചുകൊണ്ട്, ചിലപ്പോൾ പുരാണങ്ങളിൽ നിന്ന് ഉദ്ധരണമെടുത്തുകൊണ്ട്, ഞാൻ സീതാരാമനാണ് എന്ന പോലെയുള്ള പരാമർശങ്ങളിലൂടെ എല്ലാം സഭയെ ഒന്നിച്ചു കൊണ്ടുപോകാനായി അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ പാർലമെൻറ്റ് സംവിധാനത്തിൽ സീതാറാമിൻ്റെ സംഭാവനകൾ പ്രത്യേകമായി തന്നെ ഒരു പഠന വിഷയമാക്കേണ്ടതാണ്. ഒരു വാസവ പുന്നയെപ്പോലുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള പിൻഗാമിയോ EMS പോലെ ആ രൂപത്തിലുള്ള പരസ്പരം അതിൻ്റെ പ്രായോഗികമായ തലങ്ങളിലേക്ക് വിന്യസിപ്പിക്കാനുള്ള അതിൻ്റെ പിൻഗാമിയായും, ഒപ്പം തന്നെ സുർജിത്തിൻ്റെ ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ഒരു തുടർച്ചയായി എല്ലാം ഒരൊറ്റ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്നത് നമുക്ക് സീതാറാമിനകത്ത് കാണാൻ കഴിയും. അസാധാരണമായ ശേഷി, നൈപുണ്യം, നേതൃത്വപാഠമെല്ലാം ഉണ്ടായിരുന്നു. പ്രത്യയശാസ്ത്ര തെളിമയുണ്ടായിരുന്നു. ഏത് പ്രശ്നത്തെയും ഐഡിയോളജിക്കലും പൊളിറ്റിക്കലുമായിട്ട് സമീപിക്കാൻ സീതാറാമിന് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് ഉലഞ്ഞ സന്ദർഭമാണ് സോവിയറ്റ് യൂണിയൻ തകർച്ചയുമുള്ളത്. അപ്പോൾ ചെന്നൈ പാർട്ടി കോൺഗ്രസ്സിൽ അദ്ദേഹമാണ് പ്രത്യയശാസ്ത്ര പ്രമേയം അവതരിപ്പിച്ചത്. പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പ്രമേയം എന്ന് പിന്നീട് തലക്കെട്ടിനകത്ത് മാറ്റം വന്ന പ്രമേയം അന്ന് ചെറുപ്പമായിരുന്ന സീതാറാമാണ് അവതരിപ്പിച്ചത്.
പിന്നീട് കോഴിക്കോട് പാർട്ടി കോൺഗ്രസിലും ഐഡിയോളജിക്കൽ റെസൊല്യൂഷൻ അദ്ദേഹമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് ദീർഘകാലമായി അദ്ദേഹത്തോടൊപ്പം പാർലമെൻറ്റിൽ 6 വർഷമാണെങ്കിലും കേരളത്തിലുടനീളം അദ്ദേഹത്തോടൊപ്പം ഒരു പരിഭാഷകനായി സഞ്ചരിക്കാൻ കിട്ടിയ സന്ദർഭം, ആ യാത്രയിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള ആശയവിനിമയങ്ങൾ എല്ലാവരും തുല്യതയോടെ കാണുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഓർഗാനിക് കമ്മ്യൂണിസ്റ്റായിരുന്നു, ഒരു ജൈവ കമ്മ്യൂണിസ്റ്റായിരുന്നു സീതാറാം യെച്ചൂരി.